ബേബി വിത്ത് ലിറ്റിൽ സ്കോളർ ഇൻ സപ്പോർട്ട് വിത്ത് മലർവാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. കഴിഞ്ഞ 5 എപ്പിസോഡുകളിലായി നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു അല്ലേ? ഇത് 6ാമത്തെ എപ്പിസോഡാണ്. ഈ എപ്പിസോഡിന് അതിൻ്റേതായ പ്രത്യേകതയുമുണ്ട്. ഈ 6ാമത്തെ എപ്പിസോഡ് കഴിയുന്നതോടുകൂടി മാർക്ക് കുറഞ്ഞ 2 ഗ്രൂപ്പ് ഇതിനകത്ത് പൊഴിഞ്ഞു പോകേണ്ടി വരും. സ്വാഭാവികമായിട്ടും മത്സരം നടക്കുന്ന സമയത്ത് അങ്ങനെയാണ് ഉണ്ടാവുന്നത് അല്ലേ? ഇനി ആ ഗ്രൂപ്പുകൾ തമ്മിൽ മത്സരിക്കും, ആ ഗ്രൂപ്പിൽ നിന്ന് വീണ്ടും പൊഴിഞ്ഞു പോകും. അങ്ങനെയാണ് അവസാനം ഒരു വിജയിയെ കണ്ടെത്തുന്നത്. ഈ റൗണ്ട് എന്ന് പറയുന്നത്, ഇന്നത്തെ റൗണ്ട് എന്ന് പറയുന്നത് കുറച്ചുകൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ചുകൂടി ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇപ്പോൾ പൊഴിഞ്ഞു പോകും എന്ന് വിചാരിച്ചിട്ടുള്ള ആളുകൾ ഒരു പക്ഷേ വീണ്ടും ഉയർന്നു വരും. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, സോക്രട്ടീസ് എന്ന് പറയുന്ന മഹാനായ ചിന്തകൻ, അദ്ദേഹം പറഞ്ഞ ഏറ്റവും ശക്തമായൊരു വാക്കുണ്ട്. എനിക്ക് അറിയാവുന്ന ഒരേ ഒരു കാര്യം, എനിക്ക് ഒന്നും അറിയില്ല എന്നുള്ളതാണ്. എന്നാലോചിച്ച് നോക്കി, എത്ര മനോഹരമായ വാക്കുകളാണ്. എനിക്ക് അറിയാവുന്ന ഒരേ ഒരു കാര്യം, എനിക്കൊന്നും അറിയില്ല എന്നുള്ളതാണ്. അത്രമാത്രം മഹാനായിരുന്ന, അത്രമാത്രം വലിയൊരു തത്വചിന്തകനായിരുന്ന സോക്രട്ടീസിൻ്റെ വാക്കുകളാണ് ഇത് ഒരു മൊഴിമുത്താണ് അല്ലേ? അതുകൊണ്ട് ഇന്നത്തെ ആദ്യത്തെ സെഗ്മെൻറ്റ് നമ്മൾ കടക്കുന്നു, മൊഴിമുത്ത്. മൊഴിമുത്ത് എന്ന ഈ സെഗ്മെൻറ്റിൽ 8 ഉദ്ധരണികളാണ് നിങ്ങളുടെ മുമ്പിൽ വായിക്കുന്നത്. ആദ്യത്തെ ഉദ്ധരണി വായിക്കുന്നത് അപ്പോളോയ്ക്ക് വേണ്ടിയിട്ടാണ്. ഉദ്ധരണി ഇതാണ്: എല്ലാവർക്കും തെറ്റ് പറ്റാറുണ്ട്, എന്നാൽ ബുദ്ധിമാന്മാർ മാത്രം തെറ്റുകളിൽ നിന്ന് പാഠം പഠിക്കുന്നു. നമുക്കൊരു പോസിറ്റീവ് എനർജി തരുന്ന ഈ വാചകം പറഞ്ഞത് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. യെസ്, വിൻസ്റ്റൺ ചർച്ചിൽ. വിൻസ്റ്റൺ ചർച്ചിൽ പെർഫെക്റ്റ് ആൻസർ ആണ്. നൊബേൽ സമ്മാനം ലഭിച്ച ഏക പ്രധാനമന്ത്രിയാണ് വിൻസ്റ്റൺ ചർച്ചിൽ. ഓൾ റൈറ്റ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ വിജയം നേടിക്കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഇങ്ങനെ കാണിക്കാറുണ്ട്, വി എന്ന് കാണിക്കാറുണ്ട്. ഇത് വി എന്ന് പറയുന്ന വിക്ടറി എന്ന് പറയുന്നത് കണ്ടുപിടിച്ചത് വിൻസ്റ്റൺ ചർച്ചിലാണ്. അദ്ദേഹമാണ് വിഭാവനം ചെയ്തത്. സാധാരണ എപ്പോഴും നമുക്ക് പറ്റിക്കൊണ്ടിരിക്കുന്നൊരു കാര്യം, നമ്മുടെ ഈഗോ, സെൽഫിഷ്നെസ് വർക്ക് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും പറ്റുന്നൊരു കാര്യം, ഒരു അബദ്ധം നമ്മൾ പറ്റിക്കഴിഞ്ഞാൽ, നമുക്ക് ക്ലാസ്സിലാണെങ്കിലും വീട്ടിലാണെങ്കിലും അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ ആദ്യം അച്ഛനും അമ്മയും പറയുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും അത് അവഗണിക്കും അല്ലേ? നിസ്സാരമായിട്ട് തള്ളിക്കളയും. അതല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? നിഷേധിക്കുക പറഞ്ഞ് അത് ഞാൻ ചെയ്തൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നിഷേധിക്കും. ഇതൊന്നും ശരിയായ രീതിയല്ല. ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അബദ്ധം പറ്റുക സ്വാഭാവികമാണ്. എല്ലാവർക്കും, ഈ ഭൂമിയിൽ ജനിച്ചവർക്ക് എല്ലാവർക്കും അബദ്ധം പറ്റിയിട്ടുണ്ട്. എല്ലാ മഹാന്മാർക്കും അബദ്ധം പറ്റിയിട്ടുണ്ട്. നമ്മൾ ഓർക്കേണ്ട കാര്യം, ഒരു അബദ്ധം നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ ആ അബദ്ധം ഒരാൾ ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കണം, ഈ അബദ്ധം നമ്മൾ സമ്മതിക്കണം. എനിക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി, ഇനി എൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഉണ്ടാവില്ല. എത്ര വിശാലമായിട്ടുള്ള മനസ്സാണത്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ. ഇനി ചോദ്യം വരുന്നത് ഇലക്ട്രയിലേക്കാണ്. ഇലക്ട്ര ഉദ്ധരണി ഇതാണ്: ഒരാൾ ആരാണെന്ന് അയാളുടെ വേഷം വിളിച്ചു പറയും. വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട ഈ പരാമർശം നടത്തിയിരിക്കുന്നത് ഇംഗ്ലീഷ് സാഹിത്യത്തിലെ എക്കാലത്തെയും പ്രതിഭകളിൽ ഒരാളാണ്. ഇദ്ദേഹത്തിൻ്റെ ശുഭാന്ത നാടകത്തിലെ ഒരു കഥാപാത്രമാണ് പ്രോസ്പെറോ. ഏത് ഇംഗ്ലീഷ് സാഹിത്യത്തിലെ പ്രതിഭയാണ് ഇത് പറഞ്ഞത്? വില്യം ഷേക്സ്പിയർ. പെർഫെക്റ്റ് ആൻസർ ആണ്. കൺഗ്രാജുലേഷൻസ്. ഒരാൾ ആരാണ് എന്നത് അയാളുടെ വേഷം വിളിച്ചു പറയും എന്ന് പറഞ്ഞത് വില്യം ഷേക്സ്പിയർ ആണ്. വെരി ഗുഡ്. ഇനി വേഗയോടാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത്. അതിനുള്ള ഉദ്ധരണി ഇതാണ്: അസാധ്യം എന്ന പദം വിഡ്ഢികളുടെ നിഘണ്ടുവിൽ മാത്രം കാണപ്പെടുന്ന ഒന്നാണ്. അധ്വാനത്തിൻ്റെ മഹത്വം ചൂണ്ടിപ്പറയുന്ന ഈ മൊഴി ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു എന്നറിയപ്പെടുന്ന ഒരാളുടേതാണ്. പ്രസിദ്ധമായ വാട്ടർലൂ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തി ജയിലിലടച്ച ഈ ഫ്രഞ്ച് ഭരണാധികാരി ആരാണ് എന്നുള്ളതാണ് ചോദ്യം. നെപ്പോളിയൻ ബോണപ്പാർട്ട്. പെർഫെക്റ്റ് ആൻസർ ആണ്. നെപ്പോളിയൻ ടിപ്പു സുൽത്താനുമായിട്ട് സൈനിക ബന്ധം സ്ഥാപിച്ചിരുന്നു, നിങ്ങൾക്കറിയാം. ഇതിനെപ്പറ്റി ഒരു തമാശ ഇറങ്ങിയിട്ടുണ്ട്. എന്താണെന്നറിയാമോ? നെപ്പോളിയൻ്റെ നിഘണ്ടുവിൽ ഇംപോസിബിൾ എന്ന വാക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു, അത് വാങ്ങിയ സമയത്ത് നോക്കണമായിരുന്നു, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത്. അങ്ങനെ ഒരു തമാശ കൂടിയുണ്ട് അതിനെ പറ്റിയിട്ട്. പക്ഷേ നെപ്പോളിയൻ പറഞ്ഞത് അസാധ്യം എന്ന് പറയുന്നൊരു വാക്ക് ഇല്ല എന്ന് പറഞ്ഞ പ്രഗത്ഭനാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട്. പെർഫെക്റ്റ് ആൻസർ. വെരി ഗുഡ്. ഇനി ലിബ്രയിലേക്കാണ് ചോദ്യം വരുന്നത്. ചോദ്യം ഇതാണ്: നമ്മുടെ ആദർശങ്ങളും തത്വങ്ങളും ലക്ഷ്യങ്ങളും മറക്കുമ്പോഴാണ് നാം പരാജയപ്പെടുന്നത്. ലക്ഷ്യബോധത്തെപ്പറ്റി നമ്മെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നത് ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്ന ഒരു ദേശീയ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ പേര് എന്താണ്? സുഭാഷ്. സുഭാഷ് എന്ന് പറയുന്ന ആരാ? കൂട്ടുകാരൻ സുഭാഷ് ചന്ദ്രബോസ്. ഉത്തരം തെറ്റാണ്.
ആധുനിക ഭാരതത്തിൻ്റെ ശില്പി എന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ്? ഇറ്റ്സ് ജവഹർലാൽ നെഹ്റു. നമ്മുടെ ആദർശങ്ങളും തത്വങ്ങളും ലക്ഷ്യങ്ങളും മറക്കുമ്പോഴാണ് നാം പരാജയപ്പെടുന്നതെന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റുവാണ്. ഇനി വീണ്ടും അപ്പോളയിലേക്ക് തിരിച്ചു വരുന്നു. അടുത്ത ഉദ്ധരണി വായിക്കുന്നു. വായിച്ചു കഴിഞ്ഞതിന് ശേഷം ചോദ്യം ചോദിക്കും. വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം. മനുഷ്യൻ്റെ ആഗ്രഹം നിറവേറ്റാൻ ഭൂമിക്ക് കഴിയും, എന്നാൽ അത്യാഗ്രഹം നിറവേറ്റാൻ കഴിയില്ല. ആർത്തി പൂണ്ട ഇന്നത്തെ തലമുറ മനസ്സിലേറ്റി നടക്കേണ്ട ഈ വചനം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് തനിക്ക് ലഭിച്ച കൈസർ ഇ ഹിന്ദ് ബഹുമതി ബ്രിട്ടീഷ് സർക്കാരിന് തിരിച്ചു നൽകിയ ഇന്ത്യ കണ്ട എക്കാലത്തെയും മഹാനാണ്. പേര് എന്താണ്? രവീന്ദ്രനാഥ ടാഗോർ. രവീന്ദ്രനാഥ ടാഗോർ. ഇത് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയാണ് ഇത് പറഞ്ഞത്. അദ്ദേഹത്തിനാണ് ഈ പുരസ്കാരം ലഭിച്ചത്. അത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ തുടർന്ന് അദ്ദേഹം തിരിച്ചു നൽകുകയും ചെയ്തു. ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ ആരാണ് നിറയൊഴിക്കാൻ വേണ്ടി വിജ്ഞാപനം പുറപ്പെടുവിച്ചത്? ജനറൽ ഡയർ. അദ്ദേഹത്തെ കൊന്നാളുടെ പേര് ഉദ്ധം സിംഗ്. ഇതെല്ലാം നിങ്ങൾക്കറിയാം അല്ലേ? മഹാത്മാഗാന്ധിയെക്കുറിച്ച് മാത്രം പറയാൻ വിട്ടുപോയി. ഗാന്ധിജിയാണ് അത് പറഞ്ഞത്. ഓക്കെ, ഇനി ഇലക്ട്രയിലേക്കാണ് വരുന്നത്. ഇലക്ട്ര ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ഉദ്ധരണി കേൾക്കാം. കുറച്ചു പേരെ എല്ലാ കാലത്തും വിഡ്ഢികളാക്കാം, എല്ലാവരെയും കുറച്ചു കാലത്തേക്കും വിഡ്ഢികളാക്കാം, എന്നാൽ എല്ലാവരെയും എല്ലാ കാലത്തും വിഡ്ഢികളാക്കാൻ കഴിയില്ല. എന്ത് മനോഹരമായിട്ടുള്ള വാക്കാണ് അല്ലേ? ഇത് മനോഹരമായിട്ടുള്ള സെന്റൻസ് ആണ്. ജനാധിപത്യത്തിന് ഇന്നുപയോഗിക്കുന്ന പ്രശസ്തമായ നിർവചനം നൽകിയ അമേരിക്കൻ പ്രസിഡന്റിൻ്റെതാണ് ഈ വാക്യം. ആരാണ് ഇദ്ദേഹം? ജോർജ് വാഷിംഗ്ടൺ തെറ്റായിട്ടുള്ള ഉത്തരമാണ്. ഇത് പറഞ്ഞത് എന്താ സംശയം? അബ്രഹാം ലിങ്കൺ. നോ ക്വസ്റ്റ്യൻ. അബ്രഹാം ലിങ്കൺ. അതാണ് യഥാർത്ഥത്തിലുള്ള ഉത്തരം. അടിമത്തം നിർത്തലാക്കിയ അമേരിക്കയുടെ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൺ അല്ലേ? അദ്ദേഹത്തിൻ്റെ മകനെ ആദ്യമായിട്ട് സ്കൂളിലേക്ക് അയച്ച സമയത്ത് അധ്യാപകൻ അയച്ചൊരു കത്തുണ്ട്. ഈ കത്ത് ഞാനൊന്ന് വായിക്കുകയാണ്. കത്തിൻ്റെ ചെറിയ ഭാഗം വായിക്കുകയാണ്. ലോകമേ, ഇന്നെൻ്റെ പുത്രൻ സ്കൂൾ വിദ്യാഭ്യാസം ആരംഭിക്കുകയാണ്. എൻ്റെ കുട്ടിയെ കൈപിടിച്ചുയർത്തു. ഇന്നലെ വരെയും അവൻ പരിചിതമായ മേഖലകളിലെ രാജാവായിരുന്നു. വീടിൻ്റെ പുറകുവശത്തെ അങ്കണത്തിൻ്റെ മേലാധികാരിയായിരുന്നു. പക്ഷേ കാര്യങ്ങൾ ഇനി വ്യത്യസ്തമാകാൻ പോവുകയാണ്. ഇന്ന് രാവിലെ പടികളിറങ്ങി കൈവീശി അവനൊരു സാഹസിക യാത്ര ആരംഭിക്കുകയാണ്. ഈ ലോകത്തിൽ ജീവിക്കാൻ വിശ്വാസവും ധൈര്യവും അത്യാവശ്യമാണ്. എല്ലാവരും ധർമ്മിഷ്ഠരല്ലെന്നും എല്ലാ സ്ത്രീ പുരുഷന്മാരും സത്യസന്ധരല്ലെന്നും അവൻ പഠിക്കേണ്ടതുണ്ട്. ഈ ലോകത്ത് ആഭാസന്മാരെ പോലെ തന്നെ മാതൃകാ പുരുഷന്മാരും ശത്രുക്കളെ പോലെ തന്നെ സുഹൃത്തുക്കളും ഉണ്ടെന്ന് അവൻ പഠിക്കട്ടെ. എല്ലാവരും തിരഞ്ഞെടുക്കുന്ന വഴിയിൽ കൂടി സഞ്ചരിക്കാതെ, ജനക്കൂട്ടത്തിന് പുറകെ ഓടാതെ സ്വന്തം ആദർശങ്ങളിൽ ഉറച്ചു നിൽക്കാനുള്ള ശക്തി അവന് നൽകുക. ശിക്ഷണം മൃദുവായിരിക്കട്ടെ, പക്ഷേ അമിത ലാളനം വേണ്ട. ചുട്ടുപഴുത്ത ഇരുമ്പാണ് നല്ല ഉരുക്കാവുന്നത് എന്ന് സ്വന്തം എബ്രഹാം ലിങ്കൺ. എന്ത് മനോഹരമായ കത്താണ്. സ്വന്തം മകനെ സ്കൂളിലേക്ക് അയക്കുന്ന സമയത്ത് അധ്യാപകന് കൊടുത്തയച്ച കത്താണ്. അടുത്ത ചോദ്യം നിങ്ങളോടാണ്, വേഗയോട്. വേഗ, ആദ്യം ഉദ്ധരണി കേൾക്കാം. പ്രതിഭ എന്നാൽ 1% പ്രചോദനവും 99% പ്രയത്നവുമാണ്. കണ്ടുപിടുത്തങ്ങളുടെ രാജകുമാരൻ, മെല്ലോ പാർക്കിലെ മാജിക്കുകാരൻ എന്നെല്ലാം അറിയപ്പെട്ടിരുന്ന ഒരു ശാസ്ത്രജ്ഞൻ്റെ വാക്കുകൾ ആണ് ഇത്. ആരാണ് ഇദ്ദേഹം? തോമസ് ആൽവ എഡിസൺ. പെർഫെക്റ്റ് ആൻസർ ആണ്. ദി മജീഷ്യൻ ഓഫ് മെല്ലോ പാർക്ക് എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. 6 മാസം പോലും ഔപചാരിക വിദ്യാഭ്യാസം ലഭിക്കാത്ത ഒരാളാണ് അദ്ദേഹം അല്ലേ? സ്കൂളിലേക്ക് ആദ്യം പോയി. അദ്ദേഹത്തിന് പഠിക്കാൻ കഴിയില്ല എന്ന് ടീച്ചർ പറഞ്ഞതിന് ശേഷം അമ്മ തിരിച്ചു കൊണ്ടുവന്ന് അമ്മ പഠിപ്പിച്ച് വലുതാക്കി ലോകം കണ്ട ഏറ്റവും വലിയ സയൻറ്റിസ്റ്റായി വളർന്ന തോമസ് ആൽവ എഡിസൻ്റെ വാക്കുകളാണ് നമ്മൾ വായിച്ചത്. ഓക്കെ, റൈറ്റ്. ഇനി അവസാനം ലിബ്രയോടാണ് ചോദ്യം. 8ാമത്തെ ചോദ്യം കേൾക്കണം. ദൈവം ചങ്ങാതിമാരെ തേടുന്നു, സ്നേഹം ആവശ്യപ്പെടുന്നു, എന്നാൽ പിശാച് അടിമകളെ തേടുന്നു, അനുസരണ ആവശ്യപ്പെടുന്നു. മഹാത്മാഗാന്ധി ഗുരുദേവ് എന്ന് അഭിസംബോധന ചെയ്ത ഒരു ഇന്ത്യൻ കവിയുടേതാണ് ഈ പറഞ്ഞ വാചകം. കവി ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. പെർഫെക്റ്റ് ആൻസർ ആണ്. കൺഗ്രാറ്റുലേഷൻസ്. വെരി നൈസ്, വെരി നൈസ്. സോ 8 ചോദ്യങ്ങൾ കഴിഞ്ഞു. ചിലത് മാത്രം, അപൂർവം ചിലത് മാത്രം തെറ്റിപ്പോയി. ബാക്കിയുള്ളതെല്ലാം ഉത്തരം പറഞ്ഞു. പക്ഷേ നിങ്ങൾ ഉത്തരം പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഈ വാക്കുകൾ നിങ്ങൾ കേട്ടു, നിങ്ങളുടെ മനസ്സുകൊണ്ട് അത് സ്വീകരിച്ചു, നിങ്ങളുടെ മനസ്സിനകത്ത് അത് എഴുതി വെച്ചു. പേന കൊണ്ടല്ല, കല്ലുകൊണ്ട് കൊത്തിവെച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ കൊത്തിവെക്കണം ഈ വാക്കുകൾ. അതിനുവേണ്ടിയാണ് മഹാന്മാർ പറഞ്ഞിട്ടുള്ളത്. എനിവേ,
അടുത്ത സെഗ്മെന്റിലേക്ക് പോകണം. അതിനു മുമ്പായി എ ലിറ്റിൽ ബ്രേക്ക്. Once again, welcome back. Baby with a little scholar in support with Malarwadi. നമ്മൾ 8 ഉദ്ധരണികൾ വായിച്ചു. ആ ഉദ്ധരണികളായിരുന്നു ഏറ്റവും കൂടുതൽ നമ്മൾ സ്വീകരിച്ചത്, അല്ലേ? ആ മാർക്കുകളാണ് വായിക്കാൻ പോകുന്നത്. മൊഴിമുത്ത് എന്ന സെഗ്മെന്റിൽ കിട്ടിയിട്ടുള്ള മാർക്ക് ഇതാണ്. അപ്പോളോ, യു ഗോട്ട് 10 മാർക്സ്. കൺഗ്രാറ്റുലേഷൻസ്. ഇലക്ട്ര, യു ഗോട്ട് 10 മാർക്സ്. ആൻഡ് വേഗ, യു ഗോട്ട് 20 മാർക്സ്. ആൻഡ് ലിബ്ര, യു ഗോട്ട് 10 മാർക്സ്. നമ്മൾ അടുത്ത സെഗ്മെന്റിലേക്ക് പോകുന്നു. റെഡിയാണല്ലോ? അടുത്ത സെഗ്മെന്റ് സൂചന. സൂചന എന്ന ഈ റൗണ്ടിൽ ശരിയുത്തരത്തിലേക്ക് നയിക്കുന്ന 3 ചിത്രങ്ങൾ നിങ്ങളെ കാണിക്കും വീഡിയോ വാളിൽ. ആ 3 ചിത്രങ്ങൾ നോക്കി അതിന് ഉത്തരം നിങ്ങൾ സ്വയം കണ്ടെത്തണം. സോ ആദ്യത്തെ ഉത്തരത്തിലേക്ക് നയിക്കുന്ന 3 സൂചനകൾ നിങ്ങളിവിടെ കാണുന്നു. അപ്പോളോയോടാണ് ചോദ്യം ചോദിക്കുന്നത്. സോ റെഡി ആയിക്കോളൂ. സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കാം. 3 സൂചനകൾ ഇവിടെ. ഇത് ആദ്യ സൂചനയാണ്. ഇനി രണ്ടാമത്തെ സൂചനയിലേക്ക് ശ്രദ്ധിക്കാം. ഇനി മൂന്നാമത്തെ സൂചന കാണുന്നു. ഇത് മൂന്നാമത്തെ സൂചന. ഈ 3 സൂചനകൾ ഏത് ഉത്തരത്തിലേക്കാണ് നിങ്ങൾ നയിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഇനി ചോദ്യം ഒന്നുകൂടി വ്യക്തമാക്കാൻ വേണ്ടി ഞാൻ ചോദിക്കുന്നു, സംഖ്യ ഏതാണ്? ഇത് 3ഉമായിട്ട് ബന്ധപ്പെട്ട സംഖ്യ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. യെസ്, 100. എന്തുകൊണ്ടാണ് 100 എന്ന് തിരഞ്ഞെടുത്തത്? എത്രയോ സംഖ്യകളുണ്ട്, കോടാനുകോടി സംഖ്യകളുണ്ട്, പിന്നെ എന്തുകൊണ്ട് 100 എന്ന് തിരഞ്ഞെടുത്തു? ആദ്യത്തെ സൂചന എന്തായിരുന്നു? സി. എന്താണത്? സെഞ്ചുറി. ആ, റോമൻ ലെറ്ററിൽ 100 എന്ന് കാണിക്കുന്നതിന്റെ സി ആണ്, അല്ലേ? രണ്ടാമത്തേത് 100 രൂപ കറൻസി. 100 രൂപ കറൻസിയുടെ ചിത്രമാണ് കണ്ടത്. മൂന്നാമത്തേത് ഉസൈൻ ബോൾട്ട്. ഉസൈൻ ബോൾട്ടിന്റെ പ്രത്യേകത എന്താണ്? 100 മീറ്ററിൽ 58 സെക്കൻഡ് കൊണ്ട് 9 മിനിറ്റ് 58 സെക്കൻഡ് കൊണ്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ചരിത്രം സൃഷ്ടിച്ചതാണ്. ഇതുവരെ ചരിത്രം തിരുത്തി കുറിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. അതാണ് 100 എന്ന സംഖ്യയുമായിട്ട് ബന്ധപ്പെട്ട 3 ചോദ്യങ്ങൾ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി നൈസ്. ഇനി അടുത്തത് ഇലക്ട്രോയോടാണ് ചോദ്യം. ചോദ്യം ഇതാണ്, രാജ്യം ഏതാണ്? ശ്രദ്ധിച്ചു കേട്ടല്ലോ. രാജ്യം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. 3 സൂചനകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഒന്നാമത്തെ സൂചന, രണ്ടാമത്തെ സൂചന ഇത്, മൂന്നാമത്തെ സൂചന ഇത്. ഈ 3 സൂചനകൾ ഏത് രാജ്യത്തേക്കാണ് നിങ്ങളെ നയിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. റഷ്യ. ഐ എം സോറി ഫോർ ദാറ്റ്. ആർക്കെങ്കിലും പറയാമോ? ക്യൂബ. ക്യൂബ. ക്യൂബയാണ് പെർഫെക്റ്റ് ആൻസർ. എങ്ങനെ ആ ഉത്തരത്തിലേക്ക് നയിച്ചു എന്നുള്ളത് പറയാം. ആദ്യം കണ്ടത് ഫിഡൽ കാസ്ട്രോ